ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഡെൽറ്റ സ്റ്റഡി സ്കൂളിലാണ്. ഇവിടെ എനിക്കൊപ്പം 4 അതിഥികളാണുള്ളത്. 1-ാം ക്ലാസ്സിലേക്ക് ഇന്ന് ആദ്യമായി വരുന്ന 4 അതിഥികൾ. ഈ അതിഥികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 4 പേരും ഒരു വീട്ടിൽ നിന്നുള്ളവരാണ്. ജെബി, ദിവ്യ ദമ്പതികളുടെ മക്കളാണ്. ഇവർ 4 പേരും ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവരുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ എന്നോട്. എന്താ പേരെന്താ? ഏന. ഇന്ന് എങ്ങനെയുണ്ട്? സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? ആണോ? 4 പേരും ഒന്നിച്ചാണോ വന്നത്? പേരെങ്ങനെയാ? എയ്മി. സ്കൂൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആരും ഇവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്? പേരെന്താ മോൻ്റെ? എറോൺ. പേര്? എയ്തൻ. ഇങ്ങനെ 4 പേരാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥികളായുള്ളത്. ഇപ്പം ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ 4 പേരും 1-ാം ക്ലാസ്സിലേക്ക് ഇന്ന് വരികയാണ്. എങ്ങനെ ഇവരെ മാനേജ് ചെയ്യാൻ? മറ്റു കുട്ടികളെ പോലെ ആയിരിക്കില്ലല്ലോ. ഒരു വീട്ടിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ ആ ഒരു പ്രത്യേകത ഇവർക്ക് എന്തായാലും ഉണ്ടാവില്ല. എങ്ങനെയായിരിക്കും? അവരുടെ മൂത്ത ബ്രദർ ഇവിടെ തന്നെയാണ്, ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ്. ഈ 4 പിള്ളേരും ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചത് ഇവരെ ഒരു ക്ലാസ്സിൽ തന്നെ ഇടാമെന്നാണ്. കാരണം അവർ ഒന്നിച്ചാണല്ലോ ഈ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ എനിക്കും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ടീച്ചറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഇവരെ 4 പേരെ ഒരു ക്ലാസ്സിൽ തന്നെ ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ ഈ 4 പിള്ളേർ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറട്ടെ എന്ന് ഞങ്ങളങ്ങ് ആശംസിക്കുകയാണ്. ഈ 4 കുട്ടികളെ ഒരുമിച്ച് സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായി തോന്നിയത് എന്താണ്? അങ്ങനെ ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ വിടുമ്പോൾ വലിയ പ്രശ്നമില്ല. കാരണം ഇവർ LKG UKG ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ക്ലാസ് തുടങ്ങിയിരുന്നത് 9:30-ക്കായിരുന്നു. ഇപ്പോൾ പിന്നെ രാവിലെ എണീക്കണം, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നമുണ്ട്. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ ക്ലിയർ ആവും. ഏറ്റവും അധികം ബുദ്ധിമുട്ട് ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും. കാരണം ഈ 4 പേരെ ഒന്നിച്ച് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർ 4 പേരും രാവിലെ 7:30-ക്ക് ഇവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ എത്തിക്കേണ്ട ഒരു കടമ? ഞാൻ തലേദിവസം തന്നെ നമ്മൾ കിടക്കുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടാണ് രാവിലെ എഴുന്നേൽക്കണം. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും രാവിലെ എഴുന്നേക്കാൻ നേരത്ത്. പിന്നെ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, അവർ വേഗം എല്ലാ പരിപാടിയും ചെയ്തോളൂ. പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ആദ്യ ദിവസം വരാനൊക്കെ ആയിട്ട് എന്തെങ്കിലും മടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അവർക്ക് സന്തോഷമായിരുന്നു. രാവിലെ പുതിയ ബാഗും പുതിയ സ്കൂളിലേക്കാണല്ലോ അവർ വരിക. അത് കാരണം രാവിലെ റെഡി ആയിരുന്നു വരാനായിട്ട്. തീർച്ചയായും ഇത്തരത്തിൽ വളരെയേറെ സന്തോഷം ഉള്ള ഒരു കുടുംബമാണ്. ഇവിടെ തന്നെ പഠിക്കുന്ന ഒരു ജ്യേഷ്ഠനും ഇവരോടൊപ്പമുണ്ട്. ഇവരെല്ലാം 5 പേരും ഈ ഒരു സ്കൂളിൽ വളരെയേറെ സന്തോഷത്തോടെയാണ് ആദ്യ ദിവസം തന്നെ എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.